ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം, ഏകദേശം 2-3 മാസമായി, അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതും മറ്റാരുടെ സിനിമയല്ല, നമ്മുടെ സിനിമയായിട്ടുള്ള വാഴ 2. നമ്മുടെ ഹാഷിറും പിള്ളേരും അഴിഞ്ഞാടിയ ഒരു കീടിലൻ സിനിമയാണ് വാഴ 2. പോരാത്തിന് നമ്മുടെ അമീൻ്റെയും ടീമിൻ്റെയും വക മറ്റൊരു മാസ് ഐറ്റങ്ങൾ. ഇതിൻ്റെ പൊന്നുപോലെ ഈ സിനിമയെ പറ്റി ആരെന്ന് പറയാം. കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വിശേഷങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് പോടാം. അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകാം. എനിക്ക് ആദ്യം ചെറിയൊരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. വാഴ 1 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാഴ 2 ആണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ സിനിമ എഴുതിയിരിക്കുന്നത് ദവണ്ണാണ്ടുള്ളി വിപിൻ ദാസാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സെവിൻ സായാണ്. ഡോപ്പ് ചെയ്തിരിക്കുന്നത് അഖിൽ ലൈലാസുരൻ. അതായത് ഇങ്ങനെ കറക്റ്റായിട്ട് കാണണമെന്ന് തോന്നുന്നത്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിപിൻ ദാസും ഹാരിസ് രസം സാഹു ഗണപതി. കറക്റ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ് സിനിമയിൽ പ്രധാനപ്പെട്ട ആൾക്കാർ. പിന്നെ ഹാഷിറും പിള്ളേരും പിന്നെ അമീനും പിള്ളേരും വീട്ടിലായിരുന്നു. എൻ്റെ മോൻ ഇതിനകത്ത് നമ്മുടെ വിജിച്ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ വേഷം നമ്മളിതുവരെ ആ പുള്ളിനെ കോമഡി ആയിട്ടേ കണ്ടിട്ടുണ്ട്. കോമഡി ക്യാരക്ടേഴ്സാണ് ഫുള്ള് ചെയ്യുന്നത്. എൻ്റെ പൊന്നു മോനെ നമ്മളെ കരയിപ്പിച്ച് കളയും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇത്തിയൊക്കെ ഈ സിനിമ പോയി കണ്ടിട്ട് ഇത്തി കരഞ്ഞിട്ട് ഇറങ്ങി വന്നു. അത് എൻ്റെ ഇത്തിപ്പോൾ ഇവിടെ ഇല്ലേ, എൻ്റെ ഇത്തി ഗൾഫിലാണ്. അപ്പോൾ അവിടെ ഒന്ന് കരഞ്ഞിട്ട് ആ കാലമ്പൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് മൊത്തം ചിരിച്ച് നമ്മൾ ചിരിച്ച് വയറുവേദന വരുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്ര കോമഡിയാണ് എൻ്റെ പൊന്നു. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ അൽഫോൺസ് പുത്രൻ വന്നിട്ടൊരു പരിപാടിയുണ്ട്, പോലീസുകാരനൊക്കെ ആയിട്ട് വന്നിട്ട് ഭയങ്കര ഒരു പരിപാടിയൊക്കെയാണ്. ചിരിച്ച് വഴിയാണെന്ന് വേണ്ട. അതായത് നമ്മുടെ ട്രെയിലറിൽ കണ്ടുവരുന്ന പ്രേമത്തിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പുള്ളിയുടെ സിനിമയെ പ്രേമത്തിനെന്താ കുഴപ്പം? ചുമ്മാ അനാവശ്യം പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ അപ്പോൾ തിയേറ്ററൊക്കെ വന്ന് ചിരി. പിന്നെ ഒരു തിയേറ്ററിൻ്റെ അതായത് ഇവർ സിനിമ കാണുന്ന സമയത്ത് തിയേറ്ററിൻ്റെ ഒരു സംഭവമുണ്ട്. അവിടെ ഒരു ഭയങ്കര കോമഡി. അവിടെ നിന്ന് ചിരിച്ച് നമ്മളൊരു വഴിയാവും. എൻ്റെ പൊന്നളിയാ, ഒന്നും പറയാനില്ല, കിടിലായിരുന്നു. പിന്നെ ഈ സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഇവർ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കുറച്ച് സങ്കടത്തിലൂടെ വന്ന് അവസാനം നമ്മളെ കഴിപ്പിച്ചു. അവസാനം കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. ഈ സിബ്ലിങ്സിനെയൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ്. പിന്നെ നമ്മുടെ 90s കിഡ്സിനും പിന്നെ ഇടയ്ക്ക് 2K കിഡ്സിനൊക്കെ തോന്നുന്നു. കാരണം ഈ കാലത്തൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. ഈ കാലത്ത് നടക്കുന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുമുണ്ട്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് 10ൽ 10 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്ര നല്ലൊരു അടിപൊളി പടം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാഴ 2 ആണ്. വാഴ 1-നെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ട വാഴ 2 ആണ്. ഒരുപാട് നല്ല രസം. പിന്നെ ഹാഷിറിൻ്റെ കോമഡി എല്ലായിടത്തും വർക്കായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഹാഷിറിൻ്റെ മാത്രമല്ല, അലൻ്റെയും അജിൻ്റെയും എല്ലാവരുടെയും കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്. പിന്നെ ഇവർ അച്ഛന്മാരുടെ വേഷം സുധീഷൊക്കെ എൻ്റെ പൊന്നുപോലെ കിടിലം വരുന്നു. ഒന്നും പറയാം. എൻ്റെ അലൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നു ചിരിച്ച് നമ്മളൊരു വഴിയാവും ഗൈസ്. അത് ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. നിങ്ങളെല്ലാവരും തിയേറ്റർ മസ്റ്റ് വാച്ച് സിനിമയാണ്. കാരണം തിയേറ്റർ പോയി കണ്ടില്ല നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും ഈ സിനിമ. ഇനി ഞാൻ ഉറപ്പ് വരും. ചുമ്മാ അല്ല ഗൈസ്, 7 ദിവസം കൊണ്ട് 100 കോടി അടിച്ചത്. ഇപ്പോൾ 100 കോടി അടിച്ചതെന്ന് ഞാനിപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ആ സിനിമ പോയി കാണുക. അടിപൊളി സിനിമയാണ് വാഴ 2. ഇപ്പോൾ ഈ സിനിമയ്ക്ക് എത്ര കോടി ഇട്ടാലും മതിയാത്തില്ല, അത്ര അടിപൊളിയാണ്. തിയേറ്റർ പൂരപ്പറമ്പാക്കി ചിരിപ്പിച്ച സീനാണ്. പിന്നെ ക്ലൈമാക്സ്, എൻ്റെ മോനെ ക്ലൈമാക്സ് നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞ ചിലപ്പോൾ സ്പോയിലറായി പോകുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ് കേസ്. അതുകൊണ്ട് നിങ്ങൾ ആ സിനിമ കാണാം. ക്ലൈമാക്സിൽ എൻ്റെ മോനെ ഒരു കിടിലമാണ്. എനിക്ക് പറയാനേ പറ്റത്തില്ല. എനിക്ക് ഗോസിൻസ് ആയിരുന്നു, രോമാഞ്ചമായിരുന്നു ആ അവസാനത്തെ ഫൈറ്റൊക്കെ. വളരെ കിടിലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ കടപ്പൊക്കെ ഉണ്ട്, അതാണ് അങ്ങനെ. അപ്പോൾ വാഴ 2 ഒരു കിടിലൻ സിനിമയാണ്. വിപിൻ ദാസിൻ്റെ മറ്റൊരു കിടിലൻ സിനിമയാണത്. ജയക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു സിനിമ എന്ന് പറഞ്ഞാൽ വാഴ 2 ആണ്. ഒന്നും പറയാനില്ല, കിടിലൻ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് കാണണം.
പൊളിയാണ്. ഇപ്പം തന്നെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ടാണെങ്കിൽ അവിടെ ഫ്രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ. അതിനുള്ള സീറ്റ് നമ്മളിരുന്ന് കണ്ട് എൻ്റെ പൊന്നു പോലെ വഴി. ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ കിടില. സെക്കൻഡ് ഹാഫ് അതിലും ഒരു സങ്കടവും സന്തോഷവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളി കിടക്കാച്ചി ഒരു ഫീൽ ഗുഡ് പടം. ഇത് ഏറ്റവും കൂടുതൽ 90s നമ്മുടെ 2K പിള്ളേർക്കും കുറച്ച് കണക്റ്റഡ് ആവുന്ന ഒരു സിനിമയും കൂടിയാണ്. 90s കിഡ്സിനും മോസ്റ്റ്. നിങ്ങൾ ഈ സിനിമ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കണക്റ്റ് ആവും. കാരണം നമ്മുടെ കഥയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. വളരെയേറെ ഇതും നല്ല കോമഡികളൊക്കെ എല്ലാം വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറേ സീനുണ്ട്. ഇതിനകത്ത് നമ്മുടെ വിജയ് ബാബു, നമ്മുടെ പ്രൊഡ്യൂസർ നമ്മുടെ സർബത്ത് ഹിമീർ അറിയാമല്ലോ, ആ ഒരു സാറൊക്കെ ആയിട്ട് വന്ന് എൻ്റെ പൊന്നെ തകർത്ത്. പിന്നെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കിടിലാണ് ഓരോരുത്തർക്കും. പിന്നെ ഹാഷർ ലവ് ട്രാക്കൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ മോനെ കിടിലാണ്. നമ്മൾ കാണാത്ത, അതായത് നമ്മൾ ഈ വീഡിയോയിലൊന്നും കാണാത്ത ഹാഷറിനായിരിക്കും നമ്മൾ വാഴ 2 കാണാൻ പോകുന്നത്. കരയിപ്പിച്ചോളി ഗൈസ്, ഞാൻ തന്നെ ചേർത്തിട്ട് ഗൈസ്. ബോയ്സ് എല്ലാവരും വാഴ 2 പോയി കാണുക. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ടിക്കറ്റ് എടുത്തോ. മസ്റ്റ് വാച്ച് പടമാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു 100% പ്രൊഫഷണൽ. അപ്പോൾ ഗൈസ് വാഴ 2 ഒരു കിടിലം പടമാണ്. ഇനിയും കുറേ കോടികൾ വരട്ടെ, 200 കോടിയൊക്കെ അടിക്കട്ടെ എന്ന് ബെസ്റ്റ് വിഷസ് ടു വാഴ 2 ടീം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ ഈ റിവ്യൂ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു റിവ്യൂ വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട് ആൻഡ് ടാറ്റാ. എല്ലാവരും പോയി കാണാൻ കേട്ടാ. വാനില ചെടിയേ